അമരങ്കാവിനെ കളങ്കപ്പെടുത്തുവാൻ ശ്രമിച്ചവരെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് നാമജപയാത്ര നടത്തുമെന്ന് അമരങ്കാവ് സംയുക്ത സമരസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോലാനി അമരങ്കാവ് ദേവീക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസം 31-നാണ് സാമൂഹ്യവിരുദ്ധർ കാണിക്കവഞ്ചി, ഓഫീസ് മുറി എന്നിവ തകർത്ത് പണം അപഹരിച്ചത്. ശ്രീകോവിലിനുള്ളിൽ കടന്ന് മൂലവിഗ്രഹത്തിനും കേടുപാടുകൾ വരുത്തുകയും വിഗ്രഹം എടുത്തുമാറ്റുകയും ചെയ്തിരുന്നു. ഇത് നടന്നിട്ട് ഒരു മാസക്കാലമായിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ കാണുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അമരങ്കാവ് ദേവീക്ഷേത്രങ്ങൾക്കുള്ള പ്രത്യേകത അതിന്റെ ശ്രീകോവിലിന് മേൽക്കൂര ഉണ്ടാകും, ഓപ്പണായി. കാരണം അത് മഞ്ഞും വെയിലും മഴയും ഒക്കെ ആയിട്ട് പ്രപഞ്ചവുമായിട്ട് നേരിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരു സംവിധാനമാണ് ഈ അമരങ്കാവ് ദേവി സങ്കല്പത്തിനുള്ളത്. അപ്പൊ അതിന്റെ ശ്രീകോവിലിന്റെ വാതിൽ തുറക്കാതെ ശ്രീകോവിലിനുള്ളിൽ അതിന്റെ മുകളിൽ ചാടിക്കയറി എങ്ങനെയോ ആയിരിക്കാം ഇതിനുള്ളിൽ പ്രവേശിച്ചത്. ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ അത് ശരിക്കും അമരങ്കാവ് സ്വയംഭൂ സങ്കല്പത്തിലാണ്. പണ്ട് വളരെ ഒരു നാട്ടുമ്പുറങ്ങളിലുള്ള സാധാരണ ഒരു കല്ല്, ഒരു ശില, അത് മാത്രമാണ് അവിടുത്തെ വിഗ്രഹത്തിന് പ്രത്യേകിച്ച് രൂപമോ മറ്റോ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു രൂപം കാലപ്പഴക്കം കൊണ്ട് അതിന് ചെറിയ കേടുപാടുകളൊക്കെ സംഭവിച്ച സമയത്ത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന് പുറമെ ഒരു ഗോളക എന്നാണ് അതിന് പറയുന്നത്. അത് പഞ്ചലോകം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഗോളക വെച്ച് മൂടി വെച്ചിരിക്കുകയായിരുന്നു, ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. ഈ അക്രമകാരികൾ ചെയ്തത് ഉള്ളിൽ പ്രവേശിച്ചിട്ട് ഈ ഗോളക നീക്കം ചെയ്യുകയും അതിനുള്ളിലുണ്ടായിരുന്ന ഈ ശില അത് മുഴുവനും തകർത്ത് കളഞ്ഞിട്ട് ഏറ്റവും അടിവശം വരെയുള്ള ശില പീഠത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം എല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട്. പൂർണ്ണമായും ഇളക്കി മാറ്റിയ നിലയിലായിരുന്നു പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തിയ മേൽശാന്തിയും അതേപോലെ അവിടുത്തെ മാനേജരും ഒക്കെ കണ്ടത്. തന്നെയുമല്ല, അവിടെ CCTV ക്യാമറയൊക്കെ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. CCTV ക്യാമറ ഇരിക്കുന്നത് സൈഡിലുള്ള ചെറിയൊരു മുറിയിലാണ്. അതുപോലും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളെ പോലെയാണ് അദ്ദേഹത്തിന്റെ ഈ വന്ന ആളുകളുടെ ഒരു പെരുമാറ്റം അവിടെ ഉണ്ടായത്. ആ CCTV വെച്ചിരിക്കുന്ന റൂം മാത്രം കുത്തി തുറന്ന് അതിനകത്തുനിന്ന് DVR ഉൾപ്പെടെ അവർ മോഷ്ടിച്ചുകൊണ്ടു. അതോടൊപ്പം തന്നെ ഈ ആ സ്റ്റോർ റൂമിലുണ്ടായിരുന്ന മഞ്ഞൾപ്പൊടി, കാരണം ഈ ദേവീക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്ന് മഞ്ഞളാണ്. അപ്പൊ ആ മഞ്ഞൾപ്പൊടി മുഴുവനും പാക്കറ്റ് പൊട്ടിച്ച് ആ പ്രദേശം മുഴുവനും അവര് വിതറിയിട്ടാണ് പോയത്. കാരണം ഡോഗ് സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്മെല്ലൊക്കെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും അത് ഡോഗ് സ്ക്വാഡൊക്കെ അന്ന് തന്നെ വന്നിരുന്നു. ഡോഗ് സ്ക്വാഡ് വന്നിരുന്നു, അതേപോലെ തന്നെ ഫിംഗർ പ്രിന്റ് ഇടുക്കി യൂണിറ്റ് വന്നിരുന്നു. പക്ഷെ ഫിംഗർ പ്രിന്റുകാർ വന്നിട്ട് അവിടെ ഫിംഗർ പ്രിന്റ് അവർക്ക് വ്യക്തമായിട്ടൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ അക്രമം ഇതാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തൊട്ടടുത്തുണ്ടായിരുന്ന RPSന്റെ നമ്മുടെ റബ്ബർപാലിന്റെ ഒക്കെ ഒരു സംഭരണ കേന്ദ്രമാണ്. അവിടെ ഒരു സാധനവും ഇല്ല. അതിന്റെ ഓഫീസും തുറന്ന് അതിനകത്തും കയറി എന്ന് വരുത്താൻ വേണ്ടിയിട്ട് മോഷണമാണ് ലക്ഷ്യമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ രീതിയിൽ അതിന്റെ ഉള്ളിൽ ഒന്ന് കയറിയിട്ട് അതിന്റെ കുറച്ച് അലമാരകളൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിലാണ് ചെയ്തിരുന്നത്. സമീപത്തുണ്ടായിരുന്ന എല്ലാ CCTVകളും ഞങ്ങൾ തന്നെ അമ്പലത്തിന്റെ ഭാരവാഹികളും നാട്ടുകാരോടെ അറിയാവുന്ന പിള്ളേരെല്ലാം കഴിയുന്നത്ര ഒരു 2 കിലോമീറ്റർ ചുറ്റുകളിൽ വരുന്ന മുഴുവൻ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുകയും അതിന് പോലീസിന്റെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അവർ ചില വീടുകളിലൊക്കെ CCTV പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പം പോലീസ് തന്നെ നേരിട്ട് പോയി അത്തരം സ്ഥലങ്ങളൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചില തെളിവുകൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയതൊക്കെ ഞങ്ങൾ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്, പോലീസിന്റെ കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ ഞങ്ങളോട് പറഞ്ഞത് അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഈ ഒരു മാസമായിട്ടും ഒരു വിധത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ പ്രതികളെ കണ്ടെത്താനുള്ള ഒരു സൂചനയോ ഒന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് ഈ നിമിഷം വരെ നമ്മൾ അറിയുന്നത്. പ്രതികളെ അടിയന്തരമായി കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്രം ഭരണസമിതി, ഹൈന്ദവ സംഘടനകൾ, വിവിധ ക്ഷേത്ര ഭരണസമിതികൾ ഉൾപ്പെടെ പോലീസിൽ പ്രത്യേകം പരാതികൾ നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ 300-ൽ പരം ഭക്തർ ഒപ്പിട്ട പരാതി സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് നൽകിയിട്ടുണ്ട്. എന്നിട്ടും അന്വേഷണത്തിൽ നടക്കുന്ന ഈ മെല്ലെപ്പൊക്കെ അവസാനിപ്പിച്ച് അന്വേഷണം ഊർജിതമാക്കി പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് ജൂലൈ 2-ാം തീയതി രാവിലെ 10 മണിക്ക് ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് നാമജപ യാത്ര നടത്തുന്നത്.